ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ സെക്ഷൻ സി ആണ്, മോഡൽ ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ സി ആണ് നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു 12 ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ഇതിലൊരു 6 ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 6 ക്വസ്റ്റ്യനെല്ലാം ചൂസൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അവരതിന് മാർക്ക് തരാതെയൊന്നും പോവില്ല. ഓക്കെ, അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം ഓരോ എന്താ പറയണ്ടേ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഒരു പുറത്തിലാണ് അതായത് ഒരു പേജിലാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് മൈ വീഡിയോ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വീണപൂവ് എന്ന കവിതയുടെ ഭാവപരമായ സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചേക്കുന്നത്. കുമാരനാശാൻ്റെ വീണപൂവ് മലയാള സാഹിത്യത്തിലെ ഒരു വഴിത്തിരിവാണ്. മലയാളത്തിൽ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് വീണപൂവ്. ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് വീണപൂവ്. അത് വളരെ വലിയൊരു പോയിൻ്റാണ്. വലിപ്പത്തിലല്ല ഭാവത്തിലാണ് കവിതയുടെ മഹിമ എന്നത് തെളിയിച്ചു. കവിയുടെ വ്യക്തിപരമായ വികാരങ്ങൾക്കും ചിന്തകൾക്കും ഈ കവിതയിൽ വലിയ സ്ഥാനമുണ്ട്. പ്രകൃതിയിലെ ഒരു നിസ്സാര സംഭവത്തെ, അതായത് ഒരു പൂവ് വീഴുന്നത്, മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹാ പുഷ്പമേ പരിതപിക്കൽ എന്തിനിപ്പോ എന്ന് തുടങ്ങുന്ന വരികൾ ജീവിതത്തിൻ്റെ അനിശ്ചിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ഗഹനമായ ദർശനങ്ങൾ പങ്കുവെക്കുന്നു. പൂവിനെ ഒരു കുലീനയായ സ്ത്രീയായും പൂവിൻ്റെ വീഴ്ചയെ ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ചയായും മറ്റും ചിത്രീകരിക്കുന്നതിലൂടെ ആശാൻ്റെ ഉജ്ജ്വലമായ ഭാവന വെളിപ്പെടുന്നു. 41 ശ്ലോകങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ കവിതയിൽ ഓരോ വരിയും അർത്ഥവത്തും ശബ്ദഭംഗിയുള്ളതുമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. നിങ്ങൾക്കിതിൽ കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, നാലുകെട്ട് എന്ന നോവലിലൂടെ അനാവൃതമാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ചുരുക്കി എഴുതുക. അതിൻ്റെ ആൻസറാണ് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവൽ കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ തകർച്ചയെയും ആ കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെയും വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. തറവാട് ഭരണവും മരുമക്കത്തായവും ജീർണിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് നോവലിലെ പശ്ചാത്തലം. കാരണവർക്ക് കുടുംബങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ അധികാരം കാണിക്കാനുള്ള വ്യഗ്രതയും അത് സൃഷ്ടിക്കുന്ന കുടുംബകലഹങ്ങളും നോവലിൽ തെളിയുന്നു. പരമ്പരാഗതമായ നായർ തറവാടുകളുടെ ആഭിജാത്യം തകരുകയും സാമ്പത്തികമായി തറവാടുകൾ ക്ഷയിക്കുകയും ചെയ്യുന്ന അവസ്ഥ നോവൽ വിവരിക്കുന്നു. ഭൂസ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി ഇതിൽ കാണാം. തറവാടിനുള്ളിൽ പുരുഷാധിപത്യത്തിന് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ ദയനീയാവസ്ഥ നോവലിലുണ്ട്. അപ്പുണ്ണിയുടെ അമ്മയായ പാറുക്കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും ഒറ്റപ്പെടലും അക്കാലത്തെ സ്ത്രീ ജീവിതത്തിൻ്റെ നേർചിത്രമാണ്. വരേണ്യവർഗത്തിൻ്റെ പൊള്ളയായ അഹങ്കാരവും ജാതിചിന്തകളും നോവലിൽ പ്രതിഫലിക്കുന്നുണ്ട്. തറവാടിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ബലികഴിക്കപ്പെടുന്ന സാഹചര്യം ഇതിൽ ദൃശ്യമാണ്. പഴയ ആചാരങ്ങളോടും വ്യവസ്ഥിതികളോടും കലഹിക്കുന്ന അപ്പുണ്ണി എന്ന കഥാപാത്രം പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയാണ്. അച്ഛനില്ലാത്തവൻ എന്ന പരിഹാസത്തിൽ നിന്നും സ്വന്തം അധ്വാനത്തിലൂടെ തറവാട് തിരിച്ചുപിടിക്കുന്ന അവൻ്റെ വളർച്ച തകർന്നു പോയ ഒരു വ്യവസ്ഥിതിക്ക് മേൽ പുതിയ വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്നതിൻ്റെ അടയാളമാണ്. 21-ാം നൂറ്റാണ്ടിൽ മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ സവർണ സമുദായത്തിൽ നടന്ന സാമൂഹിക പരിവർത്തനങ്ങളുടെയും തറവാട് വ്യവസ്ഥയുടെ തകർച്ചയുടെയും ചരിത്രരേഖ കൂടിയാണ് നാലുകെട്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ. നാലുകെട്ട് എന്ന നോവലിൻ്റെ അനാവൃതമാക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളാണ്. ഇതിൻ്റെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ തകർച്ചയാണ് അതിൻ്റെ നോവലിലൂടെ കാണിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, കൊച്ചുതൊമ്മൻ എന്ന കവിതയുടെ ഭാവപരമായ സവിശേഷതകൾ എന്തെല്ലാം?
പാലാ നാരായണൻ നായരുടെ പ്രശസ്തമായ കവിതയാണ് കൊച്ചുതൊമ്മൻ. കേരളത്തിൻ്റെ മണ്ണും അധ്വാനിക്കുന്ന കർഷകൻ്റെ ജീവിതവുമാണ് ഈ കവിതയുടെ ആത്മാവ്. മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരൻ്റെ കരുത്തും നിഷ്കളങ്കതയും ഇതിൽ തെളിയുന്നു. നാട്ടിൻപുറത്തെ സംസാര ശൈലിയും ശബ്ദങ്ങളും കവിതയ്ക്ക് സ്വാഭാവികത നൽകുന്നു. മധ്യ തിരുവിതാംകൂറിലെ കൃഷിയിടങ്ങളുടെയും കാലാവസ്ഥയുടെയും മനോഹരമായ ചിത്രങ്ങൾ ഇതിലുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട കാളകളോടും മണ്ണിനോടുമുള്ള കൊച്ചുതൊമ്മൻ്റെ ആത്മബന്ധം വായനക്കാരുടെ ഉള്ളു തൊടുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 28ൻ്റെ ആൻസർ. ഇനി നമുക്ക് 29 നോക്കാം. 1947 മുമ്പുള്ള കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. വിലയിരുത്തുക. അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഉറൂബിൻ്റെ, അതായത് PC കുട്ടിക്കൃഷ്ണൻ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ 1947 മുമ്പുള്ള കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രമായ പരിവർത്തനങ്ങളുടെയും മനുഷ്യാവസ്ഥകളെയും സമഗ്രമായി ആവിഷ്കരിക്കുന്ന കൃതിയാണ്. ഒന്നാം ലോക മഹായുദ്ധം മുതൽ രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടവും തുടർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെയുള്ള ഏകദേശം 30 വർഷത്തെ കേരളീയ ജീവിതവുമാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം. ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ ലഹള, ഗാന്ധിയൻ ആശയങ്ങളുടെ സ്വാധീനം എന്നിവ നോവലിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയമായ ഈ മാറ്റങ്ങൾ വ്യക്തിജീവിതങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് നോവൽ ചർച്ച ചെയ്യുന്നു. ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും പുതിയൊരു മധ്യവർഗത്തിൻ്റെ ഉദയവും നോവലിൽ കാണാം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന സമൂഹത്തിൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ചിന്താഗതി വളർന്നു വരുന്നത് ഉറൂബ് ഇതിൽ ചിത്രീകരിക്കുന്നു. രാഷ്ട്രീയവും ചരിത്രവും പശ്ചാത്തലമാണെങ്കിലും മനുഷ്യരിലെ നന്മയും സ്നേഹവുമാണ് ഈ നോവലിൻ്റെ കേന്ദ്രബിന്ദു. എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ് എന്ന ഉറൂബിൻ്റെ ശുഭാപ്തി വിശ്വാസം നോവലിലുടനീളം ദർശിക്കാം. രാമൻ നായർ, കുമാരൻ മാസ്റ്റർ, കാർത്യായനിയമ്മ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ വിഭിന്നമായ ജീവിത സാഹചര്യങ്ങൾ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നു. ലോകമഹായുദ്ധങ്ങൾ കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലുണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയും കഷ്ടപ്പാടുകളും നോവൽ വിസ്മരിക്കുന്നില്ല. റേഷൻ കടകൾക്കും ജീവിക്കാൻ പൊരുതുന്ന മനുഷ്യരെ നമുക്കിതിൽ കാണാം. കേവലമൊരു ചരിത്ര പുസ്തകം എന്നതിലുപരി ചരിത്ര സംഭവങ്ങളെ നോവലിൻ്റെ കഥാതന്തുവുമായി ഇഴചേർത്തു എന്നതിലാണ് ഈ കൃതിയുടെ വിജയം. മലബാർ പ്രദേശത്തെ തനതായ ഭാഷയും ജീവിത രീതിയും നോവലിന് കൂടുതൽ മിഴിവേകുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ വൻ മാറ്റങ്ങളുടെ തിരമാലകൾക്കിടയിലും മനുഷ്യത്വത്തിൻ്റെ സുന്ദരമായ വശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്ലാസിക് കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ബഷീറിൻ്റെ രചനാശൈലിയുടെ സവിശേഷതകൾ എന്തെല്ലാം? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനാശൈലി മലയാള സാഹിത്യത്തിൽ തികച്ചും വിപ്ലവകരവും അനുകരിക്കാൻ പറ്റാത്തവയുമാണ്. പാണ്ഡിത്യത്തിൻ്റെ ഭാരമില്ലാതെ സാധാരണക്കാരൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. സുന്ദരമായ ഭാഷയാണ്. അലങ്കാരങ്ങളോ കടുപ്പമേറിയ പദപ്രയോഗങ്ങളോ ഇല്ലാത്ത ലളിതമായ ഭാഷയാണ് ബഷീറിൻ്റേത്. വായനക്കാരനോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ തോന്നിക്കുന്ന സംഭാഷണ ശൈലി അദ്ദേഹം അവലംബിച്ചു. സാഹിത്യഭാഷയേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത് ഹൃദയത്തിൻ്റെ ഭാഷയ്ക്കാണ്. മലയാള ഭാഷയ്ക്ക് അദ്ദേഹം പുതിയ പദങ്ങളും പ്രയോഗങ്ങളും സമ്മാനിച്ചു. ഇമ്മിണി ബല്യോ ഒന്ന്, അനന്തമായ പ്രപഞ്ചം, ലുട്ടൂപ്പൂസ് തുടങ്ങിയ പ്രയോഗങ്ങൾ ഇന്നും മലയാളികളുടെ സംസാര ഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഒരു ബഷീറിസം കൊണ്ടുവരാൻ ബഷീറിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ദുരന്തങ്ങളെപ്പോലും നേർത്ത ഹാസ്യത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ ബഷീറിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ജീവിതത്തിലെ കാപട്യങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം പരിഹസിച്ചു. പക്ഷേ അത് ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നില്ല. മനുഷ്യർ മാത്രമല്ല, പൂച്ചയും പാമ്പും ആനയും എന്തിന് ഈ ഭൂമിയിലെ പുഴുക്കൾ വരെ ഭൂമിയുടെ അവകാശികളാണെന്ന വലിയ തത്വം അദ്ദേഹം ലളിതമായ കഥകളിലൂടെ പറഞ്ഞു തന്നു. ജാതിക്കും മതത്തിനും അപ്പുറമുള്ള വിശാലമായ മനുഷ്യസ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ആത്മാവ്.
താൻ നേരിട്ടറിഞ്ഞ ജീവിതമാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്രിമത്വം ഉണ്ടായിരുന്നില്ല. ജയിൽവാസം, നാടോടിയായുള്ള അലച്ചിൽ, ഏകാന്തത എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ തൂലികയുടെ അനുഭൂതികളായി മാറി. ചെറിയ വാചകങ്ങളിലൂടെ വലിയ അർത്ഥങ്ങൾ കൈമാറുന്നതായിരുന്നു ബഷീറിൻ്റെ രീതികൾ. അതായത് ചെറിയ വാചകങ്ങളാണെങ്കിലും അതിൽ വലിയ വലിയ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. വലിയ തത്വചിന്തകൾ പോലും ഒരു കൊച്ചു തമാശയിലൂടെ അദ്ദേഹം വായനക്കാരിലെത്തിച്ചു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മലയാള സാഹിത്യത്തെ ഡ്രോയിങ് റൂമുകളിൽ നിന്നും സാധാരണക്കാരൻ്റെ ഇടമുറ്റത്തേക്ക് എത്തിച്ച രചനാശൈലിയാണ് ബഷീറിൻ്റേത്. അടുത്തതാണ് ആശാൻ്റെ സ്തോത്രകാവ്യങ്ങളെക്കുറിച്ച് കുറിപ്പെഴുതുക. കുമാരനാശാൻ്റെ സ്തോത്രകാവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ദാർശനികമായ ഔന്നത്യത്തെയും ഭക്തിയുടെ ആഴത്തെയും വെളിപ്പെടുത്തുന്നവയാണ്. ആശാൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടം ഭക്തികാവ്യങ്ങളാൽ സമ്പന്നമായിരുന്നു. കേവലമായ ആരാധനയ്ക്കപ്പുറം വേദാന്ത ചിന്തകളും ആത്മീയമായ അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സ്തോത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ആശാൻ അദ്വൈത ദർശനങ്ങളിൽ അധിഷ്ഠിതമായ ഭക്തിയാണ് തൻ്റെ കവിതകളിൽ ആവിഷ്കരിച്ചത്. വിഗ്രഹാരാധനയേക്കാൾ ഉപരിയായി സർവേശ്വരനായ ഏകദൈവത്തെയാണ് അദ്ദേഹം സ്തുതിച്ചത്. ശ്രീബുദ്ധചരിതം, ശിവസ്തോത്രമാല, സുബ്രഹ്മണ്യ ശതകം, വിഷ്ണു സ്തോത്രം, ശങ്കരാചാര്യർ എന്നിവ ആശാൻ്റെ പ്രധാന ഭക്തികാവ്യങ്ങളാണ്. ഇതിൽ പലതും സംസ്കൃത സ്വാധീനമുള്ളതും എന്നാൽ ലളിതമായ മലയാളത്തിൽ രചിക്കപ്പെട്ടതുമാണ്. മാറ്റുവീൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത വിപ്ലവകാരിയായ കവിയെ അദ്ദേഹത്തിൻ്റെ സ്തോത്രങ്ങളിലും കാണാം. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള പ്രാർത്ഥനകൾ ഇതിൽ അന്തർലീനീയമാണ്. മനോഹരമായ പദപ്രയോഗങ്ങളും താളാത്മകമായ വരികളും ആശാൻ്റെ സ്തോത്രങ്ങളെ ഭക്തനിർഭരമാക്കുന്നു. പ്രബന്ധോ ചന്ദ്രോദയം പോലുള്ള കൃതികളിൽ തത്വചിന്തയും കവിതയും ഒന്നു ചേരുന്നത് കാണാം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ മനുഷ്യ നന്മയ്ക്കും ലോക സമാധാനത്തിനുമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. സ്നേഹമാണഖിലസാരമൂഴിയിൽ എന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ സന്ദേശം സ്തോത്രകാവ്യങ്ങളുടെ പശ്ചാത്തലത്തിനും പ്രസക്തമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിരാത്തൊരു തത്വശാസ്ത്രത്തെയും. ആശയം വ്യക്തമാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. കാരണം ഇത് ഇപ്പം തന്നെ വളരെ ലെങ്തി ആയിട്ടുണ്ട്. അപ്പം ഇത് കാണാൻ തന്നെ എല്ലാവരും മടിക്കും. നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 37ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ഇതിൻ്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഇനി സെക്ഷൻ ഡി ഇടാൻ എന്നോട് ആരും പറയരുത്. കാരണം സെക്ഷൻ ഡിയിലെ കാര്യം ഞാൻ ഓരോ വീഡിയോ ആക്കി അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് തന്നെ അറിയാം, അത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 പേജിലാണ് എഴുതേണ്ടത്. അപ്പോൾ അത്രത്തോളം ഞാനിതിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം അത് നിങ്ങൾ കുറച്ചുകൂടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ പോയിൻറ്റ്സിനനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ സെക്ഷൻ സി വരെ ആയിരിക്കും മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ റെഫർ ചെയ്ത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ നമുക്ക് കാണാം. ബൈ ബൈ.